വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ധാരാളം വിറ്റമിൻസും മിനറൽസും അതുപോലെ പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് ഡയബറ്റീസുകാർക്കും കഴിക്കാൻ പറ്റും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഇത് നല്ലതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാനിവിടെ 1/2 കപ്പ് മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. സ്വർഗം മില്ലറ്റ് എന്ന് അറിയപ്പെടുന്ന മില്ലറ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താണ്. ഈ വെള്ളം ഒന്ന് നമുക്ക് ഊറ്റി മാറ്റാം. കുതിർത്തിയ വെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഉപയോഗിച്ചോളൂ കേട്ടോ. മില്ലറ്റ് വളരെ ഗുണമുള്ളതാണ്. ആൻറ്റി ഓക്സിഡൻസും അതുപോലെ വിറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ദഹനത്തിന് വളരെ നല്ലതാണ്. ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സും വളരെ കുറവാണ്. അതുകൊണ്ടാണ് വെയിറ്റ് ലോസുകാർക്കും ഡയബറ്റീസുകാർക്കും ഇത് വളരെ നല്ലതാണെന്ന് പറഞ്ഞത്. വെള്ളം കളഞ്ഞതിന് ശേഷം മില്ലറ്റ് നമുക്കൊരു ചെറിയ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മില്ലറ്റ് കൂടുതലുണ്ടെങ്കിലും ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടും. കൂടുതൽ അളവിൽ മില്ലറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേശ്ശെ ആയിട്ട് ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അവലാണ്. ഞാൻ 2 ടീസ്പൂൺ അവൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ബ്രൗൺ അവലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറ് ചേർക്കുന്നതിലും നല്ലതാണ് അവൽ ചേർക്കുന്നത്. അവലിൽ തവിട് കൂടുതലാണ്, പിന്നെ സ്റ്റാർച്ച് വളരെ കുറവുമാണ്. ചോറിലില്ലാത്തതും ഇതാണ്. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളത്തിൽ ഞാനിത് കുറേശ്ശെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ മില്ലറ്റ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ജാറിലിട്ട് അരച്ചത് കൊണ്ടാണ് ഇതുപോലെ നന്നായി അരഞ്ഞു കിട്ടിയത്. വലിയ ജാറിലാണെങ്കിൽ ഇത്രയും നന്നായി അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഈ ബാറ്റർ എല്ലാം നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിൽ പറ്റിയിരിക്കുന്ന ബാറ്റർ ആ ബാക്കി വന്ന വെള്ളത്തിൽ നമുക്കൊന്ന് ചുറ്റിച്ച് ചേർക്കാം. ഇതിൻ്റെ ലൂസ് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നോക്കാം. പോരാത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ദോശമാവിൻ്റെ അയവിലുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത് കുറച്ച് കട്ടിയായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കസൂരി മെത്തി ചേർത്താൽ നല്ല പ്രത്യേക ഒരു രുചിയും മണവുമായിരിക്കും. ഇത് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞ് ചേർത്താലും മതി. നമുക്ക് ഈ ബാറ്റർ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള അടുത്ത ചേരുവ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ടയാണ് വേണ്ടത്. 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഓരോ ബൗളിലേക്കും ഓരോ കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതുണ്ടാക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഞാൻ ഇതുപോലെ 2 പാത്രത്തിലാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. 2 പിഞ്ച് വീതം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് വീതം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നീളത്തിലരിഞ്ഞ സവാള ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായി അരിഞ്ഞും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പച്ചമുളക് ചേർക്കണം. കുട്ടികളും കൂടി കഴിക്കുന്നതാണെങ്കിൽ ഈ പച്ചമുളകും കുരുമുളകൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിന് ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് 1 മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ അത് നോക്കിയിട്ട് ചേർക്കുക. എന്നാലും ഒരാഴ്ചയിൽ 2 മുട്ടയൊക്കെ വീതം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ട തീർച്ചയായും ചേർക്കണം. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതിയാകും. ധാരാളം പ്രോട്ടീനും വിറ്റമിൻസും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്.
ഇതിലേക്ക് ഞാനൊരു ചേരുവ ചേർക്കാൻ മറന്നു പോയായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിൽ പകുതി ഇതിലേക്ക് ഒഴിക്കാം. 2 പേർക്കുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നേരിയതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ദോശത്തവയിൽ പരത്തി ഉണ്ടാക്കാം. എണ്ണ ചേർക്കണമെന്നുള്ളവർക്ക് ഇതുപോലെ പരത്തിയതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 4 മിനിറ്റ് ലോ ടു മീഡിയം ഹീറ്റിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അതിനുശേഷം മറിച്ചിടാം. എണ്ണ ചേർക്കുകയാണെങ്കിൽ നന്നായി മുരിഞ്ഞു കിട്ടും. ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് എണ്ണ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കാം. അരികിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറുതായി കട്ട് ചെയ്ത ഡ്രൈ ചില്ലിയാണ്, ഉണക്കമുളക്. ഇതുപോലെ കട്ട് ചെയ്ത് മുട്ട കുക്കാവുന്നതിന് മുമ്പ് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ നന്നായി സ്റ്റിക്ക് ചെയ്തിരിക്കും. കുട്ടികളുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് അല്പസമയം അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിടാം. ഈ താഴെ ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി മുട്ട നന്നായിട്ട് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇതിൻ്റെ പുറം ഭാഗം ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി മൂടി വെച്ച് 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. 2 സൈഡിൻ്റെ മുരിവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരെണ്ണവും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവയെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.